രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം പ്രതീക്ഷയോടെ ഇടക്കൊച്ചി. ഇടക്കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വരണമെന്ന നാട്ടുകൂട്ടത്തിൽ ഒരേ ആവശ്യം. സ്റ്റേഡിയം പരിസ്ഥിതി സൗഹൃദമാകണമെന്നും ആവശ്യം ഉയർന്നു. ചുവപ്പ് നാടയിലും നിയമക്കുരുക്കിലും പെടാതെ ഏറെ സാമൂഹിക പ്രാധാന്യമുള്ള പദ്ധതിക്കായി ഏകജാലക സംവിധാനം വേണമെന്നും മെട്രോ മനോരമയും മനോരമ ന്യൂസും ചേർന്ന് സംഘടിപ്പിച്ച നാട്ടുകൂട്ടത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആവശ്യപ്പെട്ടു. സ്റ്റേഡിയം ഇടക്കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിന്റെ ആകെ വികസന പദ്ധതിയാണ്. അതുകൊണ്ട് സ്റ്റേഡിയം വരണം. അത് പരിസ്ഥിതി സൗഹൃദമാകണമെന്നും നാട്ടുകൂട്ടം ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിന് ആരും എതിരല്ലെന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് പദ്ധതിയെ തകിടം മറിക്കാൻ ചില ലോബികൾ ശ്രമിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. നവി മുംബൈ മാതൃകയിൽ പദ്ധതി നടപ്പാക്കണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത മേയർ ടോണി ചെമ്മണി പറഞ്ഞു. പദ്ധതിക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ നിശ്ചയദാർഢ്യം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റും ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില വിദഗ്ധ സമിതികളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ പദ്ധതിക്ക് തടസ്സമായി നമ്മൾ കാണുന്നത്. അതിനെ മറികടക്കാൻ ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള നിലപാട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിസ്ഥിതിക്കുണ്ടാകുമെന്ന് പറയുന്ന ദോഷം പരമാവധി കുറയ്ക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി ഏകജാലക സംവിധാനം നടപ്പാക്കണമെന്ന് തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PC സിറിയക്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതൊരു വലിയൊരു പ്രോജക്റ്റാണ്, 300 കോടി. ഈ പ്രോജക്റ്റിൻ്റെ ക്ലിയറൻസുകൾ നൽകാൻ വേണ്ടി നമ്മളൊരു സിംഗിൾ വിൻഡോ, ഒരു ഏകജാലക സംവിധാനം പോലെ ഒരു കാര്യം പ്രാദേശിക ഗവൺമെൻറ്റും ശരി സംസ്ഥാന ഗവൺമെൻറ്റും ശരി തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതായിരുന്നു. പൊതു താൽപര്യം മുൻനിർത്തി നിയമത്തിലെ കർശന വ്യവസ്ഥകൾ മറികടക്കണമെന്നും ഇക്കോ ബ്ലാക്ക് മെയിലിംഗ് അനുവദിക്കരുതെന്നും മുൻ MP സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ഇത് ഒരു തരത്തിലുള്ള ഇക്കോ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അവരുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അത്തരം തന്ത്രങ്ങൾക്ക് വഴങ്ങാതെ ഇത് നടപ്പാക്കണം. എനിക്കുള്ള ഒരു 2 സന്തോഷം, എറണാകുളത്തെ മറൈൻ ഡ്രൈവിൻ്റെ അവസ്ഥ ആയിരിക്കരുത് ഈ സ്റ്റേഡിയത്തിന്. ഇത് കൊച്ചിയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള അറിയപ്പെടുന്ന മുഖമായി മാറേണ്ടതാണ്. വരുന്നത് പരിസ്ഥിതി സൗഹൃദ സ്റ്റേഡിയമാണെന്നും പദ്ധതി വരുമ്പോഴുള്ള പരിസ്ഥിതി ആഘാതം പഠിക്കാൻ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും KC സെക്രട്ടറി TC മാത്യു പറഞ്ഞു. നമുക്കറിയുന്ന സ്പോർട്സ് കൗൺസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡോർ സ്പോർട്സും വാട്ടർ സ്പോർട്സ് ഉണ്ടാവും. ഇത് കായലോരത്തമാണ്. നമുക്ക് റോവിങ് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഒളിമ്പിക്സ് മെഡൽ സാധ്യതയുള്ള വിഷയമാണ്. അതുപോലെ ജിംനേഷ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രീൻ ബെൽറ്റ്, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രീൻ ആർക്കിടെക്ചറിന് 3 അവാർഡ് നേടിയിട്ടുള്ള സാർ മൈക്കിൾ ഹോപ്കിൻസ് ആർക്കിടെക്ട് ലണ്ടൻ, അവരാണ് ഡിസൈൻ തയ്യാറാക്കുന്നത്. അത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള എല്ലാവർക്കും വേണ്ട എല്ലാ സ്പോർട്ടിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ കൊച്ചി നടപ്പാക്കുന്നത്. വിവാദങ്ങളും നിയമക്കുരുക്കുകളും ഇടക്കൊച്ചി സ്റ്റേഡിയം നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചതിനാൽ നാട്ടുകാരുടെയും പൊതുസമൂഹത്തിന്റെയും അഭിപ്രായം അറിയാനാണ് മെട്രോ മനോരമയും മനോരമ ന്യൂസും ചേർന്ന് നാട്ടുകൂട്ടം സംഘടിപ്പിച്ചത്. മനോരമ ന്യൂസ്, കൊച്ചി.